മനസ്സോടി തിരുമണ്ണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി കോതമംഗലത്ത് ആലോചനാ യോഗം ചേർന്നു. പഞ്ചായത്ത് മുനിസിപ്പൽ തലത്തിലുള്ള വിവരങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ജില്ലാ കളക്ടർ NSK ഉമേഷ് IAS മനസ്സോടി തിരുമണ്ണ് പദ്ധതിയെപ്പറ്റി വിശദീകരിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ കണ്ടെത്തിയിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും സേവനങ്ങൾ നൽകി 2025 നവംബർ 1 സംസ്ഥാനത്തെ അതിദാരിദ്ര്യ മുക്തമായി പ്രഖ്യാപിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് മനസ്സോടിത്തിരി മണ്ണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. പദ്ധതി ക്യാമ്പയിന്റെ ഭാഗമായുള്ള ആലോചനാ യോഗം കോതമംഗലം മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്നു. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ NSK ഉമേഷ് IAS മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. കോട്ടപ്പടി 80, നെല്ലിക്കുഴി പ്രസിഡന്റ് കണ്ടല്ലോ, നെല്ലിക്കുഴി 500 ഇല്ല, ഒത്തിരി പേരുണ്ട്. അത് നാച്ചുറൽ, അത് അത്ര പേർക്ക് വീട് സ്ഥലം ഇല്ലാത്തവർക്ക് എല്ലാവർക്കും കണ്ടെത്താൻ അത് വളരെ എളുപ്പമായ കാര്യമല്ല. അതില് സർക്കാരോടൊപ്പം പല സംഘടനകൾ, ഇവിടെ ഡിഫറെന്റ് സ്ഥാപനങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സിനെ കാണണം. നിങ്ങൾ എല്ലാവർക്കും ഇതിൽ ഭാഗമാകാൻ പറ്റിയാൽ ഓൾറെഡി നമ്മൾ ക്യാമ്പയിൻ മിനിസ്റ്റർ ലെവലിൽ നമ്മൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് MLA ഞാൻ ഇവിടെ ഓരോ താലൂക്കിലും ഓരോ മണ്ഡലത്തിലും പോയി നടത്തിയാൽ അതിനൊരു ഇമ്പാക്ട് കൂടുതൽ ഉണ്ടാകുമാണ് ഞങ്ങൾ ഇത് നടത്തുന്നത്. അങ്ങനെയാണ് ഇന്ന് കോതമംഗലം എത്തിച്ചേർന്നിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കടക്കാം. ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട കോതമംഗലം MLA ആന്റണി ജോൺ മിനിസ്റ്റർ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. ഡയറക്ടർ പ്രിയപ്പെട്ട MLA ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ആമുഖ പ്രസംഗം നടത്തുന്നതിന് ക്ഷണിക്കുന്നു. യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ്, കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ, കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി MP, പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ്, മുനിസിപ്പൽ കൌൺസിലർമാരായ KV തോമസ്, അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ്, ഡോക്ടർ വിജയൻ നങ്ങേലിൽ, മാർത്തോമ ചെറിയപള്ളി ട്രസ്റ്റിമാരായ എബി വർഗീസ്, KK ജോസഫ്, പീസ് വാലി ഫൗണ്ടേഷൻ ഭാരവാഹികളായ PM അബൂബക്കർ, സാബിദ് ഉമ്മർ, MBMM അസോസിയേഷൻ സെക്രട്ടറി സലിം ചെറിയൻ, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മാത്യു ജോസഫ്, രൂപേഷ് ശശിധരൻ, ജോർജ് ജോസഫ് തകടിയിൽ, ജോസ് കുര്യൻ ഇലഞ്ഞിക്കൽ, ഹോർമിസ് തരകൻ, പോൾ ആന്റണി ഉള്ളൂപ്പാട്ട്, PC ജെയിംസ് പിട്ടാപ്പള്ളിയിൽ തുടങ്ങിയ സന്നദ്ധരായ വ്യക്തികൾ, മൂവാറ്റുപുഴ RDO PM മണി, തഹസിൽദാർ M അനിൽകുമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ, ബന്ധപ്പെട്ട വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. 2025 നവംബർ 1 അതിദരിദ്ര വിമുക്ത ഒരു കേരളമായി നമ്മുടെ ആ നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്ക് അതൊരു ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഭൂരഹിതരും ഭവനരഹിതരുമായ ആളുകൾക്ക് അതിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കാനാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ കളക്ടർമാരെ ചുമതലപ്പെടുത്തി MLA-മാരും മറ്റ് ജനപ്രതിനിധികളുമെല്ലാം ചേർന്നുകൊണ്ട് വിപുലമായ ഇത്തരത്തിലുള്ള യോഗങ്ങൾ ചേരുകയും അതിനുശേഷം സമയബന്ധിതമായി നവംബർ 1 മുൻപേ തന്നെ നമുക്ക് ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനം ഉണ്ടാകണമെന്ന് സർക്കാർ കാണുന്നത്. Media 60 കോതമംഗലം.